ഗൈസ്, നിങ്ങൾ നാട്ടിൽ നിന്ന് ജർമ്മനിയിലേക്ക് പിള്ളേര് പഠിക്കാൻ വന്നതേ കണ്ടിട്ടുള്ളല്ലോ, നിർത്തിയിട്ട് പോണതൊന്നും കണ്ടിട്ടില്ലല്ലോ എങ്ങനെയാണെന്ന്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ആള് ഇതാണ്. ഞാനാ നിർത്തി പോണത് നിങ്ങൾക്ക് അങ്ങനെ പറ്റില്ല. കാരണം എന്താ വെച്ചാ നിങ്ങൾ ഏഹനി ബന്ധപ്പെടണം. ഇതുണ്ടല്ലോ, ഇവിടെ പോലത്തെ ആൾക്കാരുടെ കൂടെ നീ പെടണം. പഠിത്തത്തിന്റെ സാഹചര്യം, ഇവിടുത്തെ ലൈഫ് സ്റ്റൈൽ ഒന്നും ഇഷ്ടപ്പെട്ടില്ലേ? കുഴപ്പമില്ല, പക്ഷെ കുറെ ഇൻഫ്ലുവൻസർമാർ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. അവര് കാരണം ജീവിക്കാൻ പറ്റില്ല. ട്രോമ, ഡിപ്രഷൻ വരുന്നു ഇവിടെ നിന്നിട്ട്. വിന്ററിലാണോ നിനക്ക് തിരിച്ചു പോകാൻ തോന്നിയത്? എനിക്ക് നിന്നെ കണ്ടപ്പോ വല്ല തിരിച്ചു പോകാൻ തോന്നുന്നു. പക്ഷെ എനിക്ക് അന്ന് എന്റെ പൈസ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ പൈസ ആയപ്പോ ഞാൻ പോവാന്ന് വിചാരിച്ചു. 40 വയസ്സായി എന്നിട്ട് ഇങ്ങനത്തെ ഒരു സ്വഭാവമാണ്. കണ്ടപ്പോ തന്നെ തോന്നിയില്ലേ? ഇത് നിന്റെ വല്യപ്പച്ച. ഗൈസ്, ഇവിടുത്തെ ഫ്രിഡ്ജ് കാണണോ നിങ്ങക്ക്? അത് അടച്ചേടി, ഫ്രിഡ്ജിൽ വെച്ചേക്കണ പോലെ വെച്ചേക്കണേണ്. നിനക്കറിയാം ഞാൻ കഷ്ടപ്പെട്ട കാൽക്കുലേറ്ററിന്റെ ഇടയിൽ തുണ്ടെഴുതി വെച്ചു. കൃഷ്ണപ്രസാദ് പോണത് കണ്ട, റൂമിൽ കയറി പോണേ. കൃഷ്ണപ്രസാദിന് സന്തോഷം നോക്കിയ ഫ്രെഡിനെ കണ്ടപ്പോ. ഇതേ